നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള ഈ ഒരു ചിരി എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് രൂപകൽപ്പന ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട്. അതിന് തന്നെ പല പല കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും എനിക്കിഷ്ടമുള്ള ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാ താരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരത്തിൻ്റെ എനിക്കിഷ്ടമുള്ള ഒരു കായിക താരത്തിൻ്റെ ഒരു ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു നമുക്കിപ്പോൾ ഒരു നടിയുടെ അല്ലെങ്കിൽ ഒരു മിസ് ഇന്ത്യയുടെയോ മിസ് യൂണിവേഴ്സിൻ്റെയൊക്കെ സ്മൈൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. അതുപോലെ ഒരു ചിരി എനിക്ക് നൽകാൻ സാധിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു റോൾ മോഡലായിട്ട് വെച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതേപോലെ ഒരു ചിരി തന്നെ നമുക്ക് രൂപകൽപ്പന ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റാണ് സ്മൈൽ ഡോണർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സ്മൈൽ ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് രക്തമൊക്കെ കൊടുക്കാറുണ്ട്. ബ്ലഡ് ഡോണർ എന്ന് പറയാറുണ്ട്. രക്തം കൊടുക്കുന്നു, രക്തദാതാവ്. അപ്പോൾ അതുപോലെ പുഞ്ചിരി ദാതാവ് എന്ന് പറയുന്ന ഒരു രീതിയിൽ സ്മൈൽ ഡോണർ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരാളിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളായിരിക്കട്ടെ, നമ്മുടെ തന്നെ ഒരു സിബ്ലിംഗ് ആവാം, നമ്മുടെ ഒരു ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കസിൻ്റെയൊക്കെ സ്മൈൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. അപ്പോൾ ആ പറഞ്ഞ ആളുടെ തന്നെ അതേ സ്മൈൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരുടെ സ്മൈൽ കൃത്യമായിട്ട് സ്കാൻ ചെയ്തെടുത്തിട്ട് ആ സ്മൈൽ തന്നെ നമ്മുടെ രീതിയിലേക്ക് അലൈൻ ചെയ്ത് ആ ടെംപ്ലേറ്റ് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് 3D ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ട്രയൽ വേർഷൻ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഒരു കസിൻ്റെ സ്മൈൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. ആ ഒരു ചിരി എനിക്ക് വേണമെന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചിരി, ആ ഒരു പുഞ്ചിരി, അദ്ദേഹത്തിൻ്റെ പല്ലുകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം അതേ രീതിയിലുള്ള ആ ഒരു ട്രയലായിട്ടുള്ള നമ്മുടെ വെനീർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല്ലിനെ ഡിസൈൻ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, വെനീറാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. വെനീർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലാമിനേറ്റ് പോലെ കൃത്യമായിട്ട് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പല്ലിന് ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, അപാകതയുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് പൊതിഞ്ഞെടുക്കാവുന്ന രീതിയിലുള്ള ഡെൻ്റൽ ഒരു റെസ്റ്റോറേഷനാണ് വെനീർ എന്ന് പറയുന്നത്. അപ്പോൾ വെനീർ നമുക്ക് ട്രയൽ റൺ കൊടുക്കുക. നമ്മളതിനെ പറയുന്നത്, നമ്മൾ കാറൊക്കെ എടുക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയാറുണ്ട്. അതേ വേർഡ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡെൻ്റൽ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. അതായത് വെനീറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സാധനം, ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് അനുയോജ്യമായിരിക്കുമോ, എന്തെങ്കിലുമൊക്കെ സജഷൻസ് വരുത്താനുണ്ടോ, അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ, അതിൻ്റെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ, അതിൻ്റെ കളർ അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡിന് എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടോ, ഇതൊക്കെ നമുക്ക് ഈ ടെസ്റ്റ് ഡ്രൈവിലൂടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്ത് എന്തൊക്കെ പോയിൻറ്റ്സാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെങ്കിൽ അത് സജഷൻ കൊടുക്കാവുന്നതാണ്. ആ സജഷൻസ് അനുസരിച്ചിട്ടുള്ള ഒരു ഫൈനൽ റിസൾട്ടായിരിക്കും അവിടെ ആ വെനീറായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ സ്മൈൽ ഡോണറിൽ നമ്മുടെ ആ ഒരു ഡേറ്റാ ബേസിൽ തന്നെ ഒരുപാട് സ്മൈൽസ് ഓൾറെഡി പാക്ഡായിട്ട് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ സ്മൈൽ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വളരെ നല്ലതായിട്ട് നമ്മൾ പണ്ട് മുതലേ കരുതിപ്പോരുന്ന പല ആൾക്കാരുടെ സ്മൈലുകൾ ഓൾറെഡി അവിടെ സ്മൈൽ ലൈബ്രറി ആയിട്ട് അവിടെ ഒരു ലൈബ്രറി ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈബ്രറിയുടെ അകത്തു നിന്നും ഏതെങ്കിലും ഒരു സ്മൈൽ കാണിച്ചിട്ട് അത് വേണമെങ്കിൽ കാണുമ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെയോ ഒക്കെ അപ്പോൾ അവരുടെയൊക്കെ സ്മൈൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെയോ ഒക്കെ ഒരു സ്മൈലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവരുടെ ചിരി ദാതാവായിട്ട് നമുക്ക് അവരെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് സ്മൈൽ ഡോണർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മൈൽ ഡോണർ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചിരി വളരെയധികം മനോഹരമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് കമൻറ്റ് ചെയ്യുക. സംശയങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുക. എന്താണ് സ്മൈൽ ഡോണർ കോൺസെപ്റ്റ്, ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമസ്കാരം.